മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഒടുവിൽ PM ശ്രീക്ക് അനുകൂലമായിട്ട് നിലപാടെടുത്തിരിക്കുന്നു. സകലരും തിരിച്ചറിയാം. മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ കേന്ദ്ര സർക്കാർ പറയുന്നതിലൂടെ നടക്കേണ്ടി വന്നിരിക്കുന്നു. BJP അങ്ങനെ നടത്തിച്ചിരിക്കുന്നു. TP ജയചന്ദ്രൻ മാഷ് ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ രാത്രിയിലെ ചർച്ചയിൽ വളരെ വ്യക്തമായിട്ട് PM ശ്രീയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ഒന്ന് കേട്ടോക്കൂ. അഭിലാഷേ, സാധാരണ ഈ സൂപ്പർ പ്രൈം ടൈമിലെ ചർച്ചയിൽ തൻ്റെ കൊടുവാൾ മൂർച്ചയുള്ള വാക്ശരങ്ങൾ കൊണ്ട് രാഷ്ട്രീയ രംഗത്തുള്ള ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ അങ്ങ് എന്താ പറയുക അസ്ത്രപ്രജ്ഞനാക്കുന്ന അഭിലാഷ് ഒരുപക്ഷെ ഇന്ന് ഉടുമുണ്ട് അഴിഞ്ഞു കിടക്കുന്ന രണ്ട് മുന്നണി നേതാക്കന്മാരോടും വളരെ മയത്തിൽ സംസാരിക്കുന്നത് താങ്കളുടെ മനുഷ്യത്വപരമായൊരു സമീപനമായിരിക്കാം. പക്ഷെ ഞാൻ ഇതിനെ കാണുന്നത് മറ്റൊരു കാഴ്ചപ്പാടിലൂടെയാണ് അഭിലാഷേ. നോക്കൂ, കേരളത്തിൽ ഇന്ന് ഇവിടെ സംസാരിക്കാൻ എത്തിയിരിക്കുന്ന രണ്ട് മുന്നണികൾ, ഞങ്ങൾ പറയും ഒരു മുന്നണിയുടെ രണ്ട് വശങ്ങളാണ് എന്ന്. ഈ രണ്ട് കൂട്ടരും കേരളത്തിലെ പൊതുജനത്തോട് കാണിക്കുന്ന മാപ്പർഹിക്കാത്ത കൊടിയ ചതിയുടെ ഒരു നേർമുഖമല്ലേ നമ്മൾ കാണുന്നത്. തങ്ങൾ ഇത്രയും കാലം ആലോചിച്ചെതിർത്ത കാര്യങ്ങൾ അതൊക്കെ അഥവാ വിസർജ്യ വസ്തുക്കൾ തിരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയും കഴിച്ചുച്ഛമാക്കുകയും ചെയ്യുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ തൊടുന്യായങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ തിരിച്ചു ചോദിക്കും, അല്ല ജിൻഡോ ജോൺ, ഈ കരാറിൽ ഈ PMC പദ്ധതിയിൽ ആദ്യം ഒപ്പിട്ട കൂട്ടത്തിൽ അശോക് ഗെഹ്ലോട്ട് എന്ന് പറയുന്ന രാജസ്ഥാനിലെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നോ? അത് മറ്റൊരു BJP സർക്കാർ ഒപ്പിട്ട ശേഷം പിന്തുടർന്നതല്ലല്ലോ. 2023 ടൈംസ് ഓഫ് ഇന്ത്യയിൽ ആ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി വളരെ കൃത്യമായിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ വിദ്യാഭ്യാസ പരിഷ്കാരത്തോടും ഗുണമേന്മ വർധനവിനോടും ഈ അശോക് ഗെഹ്ലോട്ട് സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് PMC പദ്ധതിയിൽ ഒപ്പിട്ടതിലൂടെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അഭിലാഷ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന എവിടെയാണ്? നോക്കൂ, ഒരു കാര്യം സത്യമല്ലേ, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞൊരു ധാരണാപത്രം മാത്രമല്ലേ അഭിലാഷേ? അതിനൊരു നിയമപരമായ പരിരക്ഷയുണ്ടോ? 3 വർഷക്കാലം തലനാരിഴ കീറി പരിശോധിച്ച ഇടതുപക്ഷ ഗവൺമെന്റ് അത് 8 മടക്കി ചുരുട്ടി പോക്കറ്റിലിട്ട് ചെറിയ അറിയാതെ വാസുകിയെ കൊണ്ടുപോയി ഒപ്പിടുവിച്ചു. യാതൊരു കുറ്റബോധവും മനസാക്ഷി കുത്തുമില്ലാതെ ഇത് കേരളത്തിന് പ്രയോജനകരമാണ് എന്ന ധാരണയിൽ തന്നെയല്ലേ PMCക്ക് എന്താണ് കുഴപ്പമെന്ന് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചു. നിങ്ങൾ കേട്ടില്ലേ? BJP വക്താവ് TP ജയചന്ദ്രൻ മാഷ് UDFനെയും LDFനെയും ഒരുപോലെ അങ്ങ് തേച്ചൊട്ടിച്ചു എന്നുള്ളതല്ലേ വളരെ വ്യക്തമാക്കി കഴിഞ്ഞ രാത്രിയിലെ ന്യൂസ് ചാനൽ ചർച്ചയില് അദ്ദേഹം അങ്ങ് നടത്തിയിട്ടുള്ളത്. UDFും LDFന്റെയും വക്താക്കൾ തേഞ്ഞങ്ങ് ഒട്ടിയിട്ടുണ്ട്. എത്ര സുന്ദരമായിട്ടാണ് TP ജയചന്ദ്രൻ മാഷ് ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് രണ്ട് കൂട്ടരെ അങ്ങ് വലിച്ചു കയറിയത്. ഈ കോൺഗ്രസ് ഇപ്പൊ VD സതീശൻ രംഗത്തെത്തിയിട്ട് വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, അത് നടപ്പിലാക്കുന്നതിലേക്ക് തന്നെയാണ് എത്തുന്നത് എന്ന രീതിയിൽ നമുക്കതിവിടെ കൊടുക്കാം. അതിനു മുമ്പ് TP ജയചന്ദ്രൻ മാഷ് പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ, ഇവിടെ കോൺഗ്രസിന്റെ വക്താവൊക്കെ വിളിച്ചു പറയുന്നു, ഇടതുപക്ഷം ഒപ്പിട്ടത് കൊണ്ട് ഞങ്ങൾ ഒപ്പിടുകയാണ്. എത്ര ഉളുപ്പില്ലായ്മയാ. കൃത്യമായിട്ട് BJP വക്താവ് വിളിച്ചു പറയുന്നുണ്ട്, രാജസ്ഥാനിലെ അശോക് ഗെഹ്ലോട്ട് ഒരു ഇടതുപക്ഷമോ മുമ്പത്തെ ഒരു സർക്കാരോ ഒപ്പിട്ടതിന്റെ ഭാഗമായിട്ടല്ല, മറിച്ച് കൃത്യമായിട്ട് കോൺഗ്രസ് PM ശ്രീ പദ്ധതിയുടെ നന്മയെ അവിടെ കണ്ടു, അതുകൊണ്ട് അംഗീകരിച്ചു. ഒരു ഇടതുപക്ഷ സർക്കാരും പറഞ്ഞിട്ടല്ല രാജസ്ഥാനിൽ കോൺഗ്രസ് ഒപ്പുവെച്ചത്. കോൺഗ്രസ് രാജ്യത്തെ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്നോ സകല സ്ഥലങ്ങളിലും കോൺഗ്രസ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇനി ഇടതുപക്ഷമാണിപ്പോ വലിയ രീതിയിൽ UDFനെ എതിർക്കുന്നത്. ഈ ഇടതുപക്ഷം എന്തിനായിരുന്നു ഒപ്പിട്ടത്? കൃത്യമായിട്ട് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പോലും അതിനെ ന്യായീകരിച്ചു, അനുകൂലിച്ചു. ഒടുവിൽ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും UDFും ഉറഞ്ഞു തുള്ളിയത് കൊണ്ടാണ് ആ PM ശ്രീ പദ്ധതിയിൽ നിന്ന് ഈ പറയുന്ന ഇടത് സർക്കാർ പിന്മാറിയിട്ടുള്ളത്. അതായത് ഇടത് സർക്കാരും UDFും ഒരേപോലെ PM ശ്രീ പദ്ധതി നാടിന് ഗുണമാണ്. നമ്മുടെ കേരളത്തിലെ സർക്കാർ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ള വലിയ പദ്ധതിയാണ്. അത് നല്ലതാണ്. നാടിന്റെ പുരോഗതിക്ക് വളരെ വളരെ വലിയ രീതിയിൽ നാടിന്റെ പുരോഗതിക്ക് ഉപകരിക്കുമെന്ന് UDFും LDFും ഒരേപോലെ സമ്മതിച്ചിരിക്കുന്നു. VD സതീശൻ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഈ പദ്ധതിയിൽ നിങ്ങൾ
പിന്നോട്ട് പോകാൻ എന്താണ് തടസ്സം സർക്കാർ? അല്ല, അതിന് ഓൾറെഡി ഒരു സർക്കാർ എഗ്രിമെന്റ് വെച്ചതാണ്. അതിന് നിയമപരമായ നടപടിക്രമങ്ങൾ കൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് നിൽക്കുകയാണ്, നിർബന്ധിതരായിരിക്കുകയാണ്. ഈ തീരുമാനം ഒപ്പുവെക്കാതിരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നമുള്ളത് 1100 കോടി രൂപ കൂടി അവിടെ നിന്ന് കിട്ടാനുണ്ട് പണം. ഇപ്പോൾ 106 കോടി രൂപ അനുവദിച്ചത് ഉൾപ്പെടെ 1100 ചില്ലാൻ കോടി രൂപ കിട്ടാനുണ്ട്. ഈ പണം എന്ന് പറയുന്നത് കേന്ദ്രം നൽകുന്ന ഔദാര്യം അല്ലല്ലോ. കേന്ദ്രം നൽകുന്ന ഔദാര്യം അല്ലല്ലോ ഈ പണം. നമ്മൾ ഈ പണം നമുക്ക് വേണ്ടേ? നിങ്ങൾ കേട്ടില്ലേ? അയ്യയ്യേ, ഇതെന്തൊരു നാണക്കേട് എന്നല്ലേ ബോധമുള്ള മലയാളികൾ സതീശനോട് ഈ വിഷയത്തിൽ ചോദിക്കുക. ഞങ്ങൾക്ക് പണം കിട്ടാനുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ നിലപാടൊക്കെ ഒന്ന് മാറ്റിവെക്കാണ്. ഞങ്ങൾക്ക് പണം കിട്ടാനുള്ളത് കൊണ്ട് പണത്തിന് വേണ്ടി ഞങ്ങളുടെ നിലപാടിനെ ബലി കഴിപ്പിച്ചു. എത്ര നാണക്കേടാണ്! ഇതെന്തൊരു നാണക്കേടാണ്! തങ്ങളുടെ നിലപാടിന്റെ രാജകുമാരനാണ് ഈ വിളിച്ചു പറയുന്നത്. പണം കിട്ടാൻ പണം കേന്ദ്ര സർക്കാർ തരും. PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയാൽ PM ശ്രീ പദ്ധതിയുടെ പണം, ഏതു പദ്ധതിയാണോ കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പദ്ധതിക്കുള്ള പണം മാത്രമേ കേന്ദ്ര സർക്കാർ തരൂ. PM ശ്രീക്ക് പദ്ധതി എന്ന് പറഞ്ഞിട്ട് അത് നടപ്പിലാക്കില്ലെങ്കിൽ അതിന്റെ പണം തരില്ല. ഈ സതീശനൊക്കെ എന്തൊക്കെ ബഹളായിരുന്നു LDF സർക്കാർ കേരളം ഭരിക്കുന്ന സമയത്ത് നടത്തി. ഞങ്ങൾ അങ്ങോട്ട് അധികാരത്തിലേക്ക് എത്തിയാൽ മതി, ഞങ്ങളായിട്ടൊന്ന് കയറിക്കോട്ടെ, ഞങ്ങൾ സകലതിനെ അങ്ങ് ഇല്ലാതെയാക്കും. എന്ത് PM ശ്രീ, എന്ത് ഒപ്പ് വെച്ചു, ഞങ്ങൾ അതൊക്കെ എടുത്ത് വലിച്ചെറിയില്ലേ എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന സതീശനായി ഇപ്പം പറഞ്ഞത്. പക്ഷെ പണം കിട്ടാനുണ്ട്, നിലപാടൊക്കെ നമുക്ക് അങ്ങ് മാറ്റിവെക്കാം. എത്ര ഗതികേടാ ഈ സതീശന്റെ കുളുപ്പില്ലായ്മ നിങ്ങൾ കണ്ടില്ലേ? തിരഞ്ഞെടുപ്പ് സമയത്ത് എന്തൊക്കെ LDF സർക്കാരിനെതിരെ പറഞ്ഞോ അതൊക്കെ തന്നെ ഇപ്പോ സതീശനും ശരിവെച്ചു പോവുക. ഇതാണ് പറയുന്നത് ഇടതുപക്ഷവും ഈ പറയുന്ന കോൺഗ്രസും ഒരൊറ്റക്കെട്ടാണ്, ഒരേ ആളുകളാണ് ഈ പറയുന്ന UDF-ഉം LDF-ഉം. എന്തുകൊണ്ടാ ഇപ്പോ PM ശ്രീയിൽ നിന്ന് പിന്മാറാത്തത്? കോൺഗ്രസ് ഭരിക്കുന്ന മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ രാജ്യത്ത് ഈ കേരളത്തിന് എന്തെങ്കിലും പ്രത്യേകമായിട്ട് മാറി നിന്ന് ഈ രാജ്യത്തിന്റെ ഭാഗമല്ല എന്നൊക്കെ UDF-നും LDF-നും ഒരു തോന്നലുണ്ടോ? ഈ രാജ്യത്തെ കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോ അത് കേരളത്തിലും ബാധക. ഈ കേരളത്തിൽ സർക്കാരിന് എതിര് നിന്നാൽ ആർക്കാ ഉപദ്രവം? ഏതെങ്കിലും UDF നേതാക്കന്മാരുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ പ്രശ്നമുള്ളത് കേരളത്തിലെ സാധാരണ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്. സർക്കാർ വിദ്യാലയങ്ങളിലേക്കാണ് PM ശ്രീ പദ്ധതിയിലൂടെ കോടിക്കണക്കിന് രൂപ കേരളത്തിലേക്ക് വരാൻ പോകുന്നത്. അതിനെയാണ് ഇവർ തടയിട്ടത്. ഈ കോടിക്കണക്കിന് രൂപ സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ളതാ. അതിന്റെ കടക്കൽ കത്തി വെച്ചാണ് ജമാഅത്തെ ഇസ്ലാമിയെയും മുസ്ലിം ലീഗിനെയൊക്കെ സുഖിപ്പിക്കാൻ വേണ്ടി ഇവിടെ രണ്ട് മുന്നണികളും പെടാപ്പാട് പെടുന്നത്. ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാരുടെ കാൽക്കൽ പോയിട്ട് കാല് പിടിക്കുന്നതിന് സമല്ലേ PM ശ്രീ പോലെയുള്ള ഒരു പദ്ധതിയെ പോലും എതിർത്തത്. ഇപ്പൊ എന്തും പറയുന്നു, ഇപ്പൊ രണ്ടു കൂട്ടരും ഒരുപോലെയല്ലേ? ഇപ്പൊ എന്താണ് ശരിയായിട്ട് വന്നിട്ടുള്ളത്? ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ, രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ കേരളത്തിലെ എന്നല്ല രാജ്യമൊന്നടങ്കം PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത്. അത് രാജ്യത്തെ പുതുതലമുറക്ക്, സാധാരണ വിദ്യാർത്ഥികൾക്ക്, സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ വലിയ ഉപകാരമാണ്. പുതുതലമുറയ്ക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസം കൊടുക്കുക എന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതിയെ കേരളത്തിലെ UDF-ഉം LDF-ഉം ഒരേപോലെ സമ്മതിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാർ സാധാരണക്കാർക്ക്, സാധാരണ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് UDF-ഉം LDF-ഉം PM ശ്രീയെ അനുകൂലിച്ച സമയത്തെങ്കിലും സകല ആളുകളും, സകല മലയാളികളും തിരിച്ചറിയുക.